നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, കോടതിയായിട്ടുള്ള നിയമവശങ്ങളെ കുറിച്ചുള്ള ഒന്ന് രണ്ട് കാര്യം സൂചിപ്പിക്കുകയാണ്. അത് കോടതിയോട് എന്തെങ്കിലും കോടതിക്ക് അതൃപ്തി തോന്നാൻ വേണ്ടി പറയുന്നതല്ല, സംശയം മാത്രമാണ്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ SIRൻ്റെ പരിപാടി ഉണ്ടല്ലോ, അത് വിദഗ്ധരായ വക്കീലന്മാരായിട്ട് പേഴ്സായിട്ട് സംസാരിച്ചപ്പോഴേ വോട്ടർ ലിസ്റ്റ് കംപ്ലീറ്റ് ക്യാൻസൽ ചെയ്യാൻ ഗവൺമെൻറ്റിന് അധികാരമുണ്ടോ അല്ലെങ്കിൽ കോടതിക്ക് അധികാരമുണ്ടോ എന്നുള്ളതാണ്. വോട്ടേഴ്സ് ലിസ്റ്റ് ചെക്ക് ചെയ്യാനും അതിൽ തെറ്റുണ്ടെങ്കിൽ പൂർണ്ണമല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. വ്യക്തിപരമായിട്ട് മൊത്തത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റ് ക്യാൻസൽ ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷനോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കോ അല്ലെങ്കിൽ സുപ്രീം കോടതിക്കോ അധികാരമുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ഒരുപക്ഷെ ഈ ചോദ്യമായിരിക്കും ഇപ്പോൾ 26-ാം തീയതി കോടതി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ പാർലമെൻറ്റിന് നിയമം ഉണ്ടാക്കാം. ഏത് നിയമം വേണമെങ്കിലും പാർലമെൻറ്റിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം. അതിൽ തെറ്റൊന്നുമില്ല. അതിന് പാർലമെൻറ്റ് അധികാരമുണ്ട്. BJPയിലും കോൺഗ്രസ് ആരായാലും അതിനൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. നമ്മളിവിടെ ചോദ്യം ചെയ്യുന്നില്ല. നമ്മൾ സംശയം ഉന്നയിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതികളും കേന്ദ്ര ഗവൺമെൻറ്റിനോടും സുപ്രീം കോടതിയൊക്കെ ചോദിക്കുന്നത് വോട്ടേഴ്സ് ലിസ്റ്റ് കംപ്ലീറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള പവർ പ്രത്യേക നിയമം ഉണ്ടാക്കാതെ ഉണ്ടെന്നുള്ളതാണ്. അതിന് ഉണ്ടാകാൻ സാധ്യതയില്ല. ഉണ്ടെങ്കിൽ അത് ശരിയല്ലെന്നാണ് വിദഗ്ധന്മാരായ വക്കീലന്മാരുടെയും നിയമോപദേഷ്ടാക്കളിലേക്ക് അറിയിപ്പ്. പിന്നെന്താണ് ഇതൊന്നും ഒരു കാര്യവും അറിയാതെ വേണ്ടത്ര പ്രായോഗിക ബുദ്ധി അല്ലെങ്കിൽ ദീർഘവീക്ഷ കാണിക്കാതെ ഗവൺമെൻറ് ഓരോ കാര്യങ്ങൾ ഇടപെട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? അതും ഇലക്ഷൻ നടക്കുന്ന സമയത്ത് എത്ര പേര് പശ്ചിമ ബംഗാളിൽ 19 പേരായിട്ട് ആത്മഹത്യ തന്നെ. അവിടെ മുഖ്യമന്ത്രിയുടെ റിപ്പോർട്ട് 50 പേരായിട്ട് ആത്മഹത്യ തന്നെ പേടിച്ചിട്ട്. കേരളത്തിൽ ആരോ 1-2 പേര് മരിച്ചായിട്ട് അറിവ്. ജനങ്ങളല്ലേ ഏറ്റവും വലിയ പരമാധികാരി എന്ന് പറയുന്നത്? ജനങ്ങളല്ലേ. ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഗവൺമെൻറ് പരമാധികാരമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. നമ്മൾ അതൊന്നും തടസ്സമില്ല. BJP ഗവൺമെൻറ് ആയതുകൊണ്ടൊന്നും നമുക്ക് പോരായി പറയുന്നില്ല. അതൊക്കെ രാജ്യം ഭരിക്കുന്ന കക്ഷിയായിട്ട് അതിലൊന്നും സംശയമില്ല. പക്ഷേ ഈ ഇലക്ഷൻ വരുന്ന ആ മൂർധന്യ ദശത്തിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇതുപോലെ ഒരു മാരണം അടിച്ചേൽപ്പിച്ചാൽ ജനങ്ങളുടെ മാനസിക വികാരം മനസ്സിലാക്കുക ചെയ്യുന്ന ഏതൊരു ഗവൺമെൻറ് ആണെങ്കിലും അത് ശരിയാണോ? പക്ഷെ BJP ഭരിക്കുന്ന ഗവൺമെൻറ് ആണെങ്കിൽ ഇതൊന്നും ചോദ്യമില്ല. ബീഹാറിൽ ചോദ്യം ഉണ്ടായില്ല. കേരള ഗവൺമെൻറ് BJP അല്ലാത്ത ചോദ്യം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ആസാം ഗവൺമെൻറ്, പിന്നെ പശ്ചിമ ബംഗാൾ ഗവൺമെൻറ് ആണെങ്കിൽ ചോദ്യം ചെയ്തിരിക്കുന്നു ഒക്കെ ഉണ്ട്. ഇതൊക്കെ സമാധാനമായിട്ട് ആദ്യമായിട്ട് സെൻസസ് എടുത്തിട്ട് 2011 ശേഷം സെൻസസ് എടുത്തിട്ടുണ്ടോ? എത്ര വർഷം കഴിഞ്ഞ്? 15 വർഷമായില്ലേ? 2010, 2024, 15 വർഷമായിട്ട് സെൻസസ് എടുക്കുന്നില്ല. അത് സെൻസസ് അല്ലേ വേണ്ടത്? ജനങ്ങളുടെ എണ്ണമല്ലേ എടുക്കണം. അത് ശരിയല്ല വോട്ടർമാരായിട്ട് നിശ്ചയിക്കേണ്ടത്. ഇങ്ങനെ കാതലായ വശങ്ങൾ നിയമപരമായ രീതിയിൽ വളരെ തത്വജ്ഞാനപരമായിട്ട് വല്ല മനഃശാസ്ത്രപരമായിട്ട് വല്ല ശാസ്ത്രീയമായിട്ടൊക്കെ ചെയ്യണ്ടേ? അതല്ലേ ശരി. ഇപ്പൊ കോടതിയെ കുറിച്ച് പറയുമ്പോൾ നിയമത്തിനെ കുറിച്ച് നാളെ ചില ഒരു വാക്ക് പറഞ്ഞു അത് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞ് ഫേസ്ബുക്ക് എന്നോട് അനുവാദം ചോദിച്ചു. ഞാൻ ഓക്കെ, എനിക്ക് കുഴപ്പമില്ല, ക്യാൻസൽ ചെയ്തെന്നുള്ളതാണ്. അതായത് ഈ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്നുള്ളത് സംതൃപ്തിയാണ്. അത് വില നിശ്ചയിക്കാൻ പറ്റില്ല. പക്ഷെ അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. സംതൃപ്തി കാണാൻ പറ്റുമോ? പക്ഷെ അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള വസ്തു മനുഷ്യ ജീവൻ തന്നെയാണ്. അത് അറിയണമെങ്കിൽ ഗൾഫിൽ നിന്ന് ഒരു ഓയിൽ ടാങ്കറിൽ നിറച്ച് ഓയിലായിട്ട് കൊച്ചിയിലേക്ക് വരുന്ന വഴിയിൽ അവർ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അവർ SOS സന്ദേശം അയക്കും. സേവ് അവർ സോൾ എന്നാണ്. ആ സന്ദേശം കിട്ടിക്കഴിഞ്ഞാൽ എവിടെ അടുത്ത ആരെങ്കിലും രക്ഷപ്പെടുത്തണം. നിയമമൊക്കെ പിന്നീടാണ്. ഒരു ടാങ്കർ ലോറി എന്ന് പറയുമ്പോൾ ഒരു ടാങ്കർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാര്യം 10-50,000 കോടി രൂപയായിട്ട് വരുന്നുണ്ട്. നല്ല വില വരുന്നുണ്ട് ടാങ്കർ എണ്ണ ഉൾപ്പെടെ. അപ്പോൾ 50,000 കോടിയല്ല ഒരു മനുഷ്യ ജീവന്. അവർ പറഞ്ഞ മെസ്സേജ് എന്താണ്? നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ് വന്നത്, അല്ല ടാങ്ക് രക്ഷിക്കാനല്ല പറഞ്ഞത്.
SOS സന്ദേശം അയച്ചാൽ ഗവൺമെന്റ് മീഡിയയുടെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന് കിട്ടുന്ന മെസ്സേജ് ഓക്കെ നിങ്ങളുടെ ജീവൻ രക്ഷിച്ചതാണ്. അപ്പോൾ ഒരു ജീവന് 50,000 കോടി പോലും അല്ല. അപ്പോൾ ഏതാണ്ട് ഒരു ലോകത്ത് ഏറ്റവും കൂടുതൽ വിലയുള്ള വസ്തു നേരിട്ട് നോക്കിയാൽ അത് ജീവൻ തന്നെയാണ്. അങ്ങനെ ഒരു ജീവനെ നശിപ്പിച്ചാൽ ഇന്ത്യയിലെ മാക്സിമം ശിക്ഷ എന്താണ്? ശ്രദ്ധിച്ചു കേൾക്കണം. മാക്സിമം ശിക്ഷ എന്താണ്? അതേ സ്ഥാനത്ത് പോക്സോ കേസ് അല്ലെങ്കിൽ ഹോമോസെക്ഷൽ അതിൽ മൃഗങ്ങളെ ലൈംഗിക വേഷ ഇതൊക്കെ കൊടുത്ത ശിക്ഷ 100, 200, 500, 60 വർഷമൊക്കെയാണെന്നേ. ഇത് എന്ത് നിയമം? 2 ഇരട്ട ജീവപര്യന്തം, ഈ 2-3 ഇരട്ട ജീവപര്യന്തം കൊടുക്കലേക്ക് പ്രായോഗികമാണോ? ഒരു മനുഷ്യൻ ഒരു ജീവിതത്തിലേ ഉള്ളൂ, 2 ഇരട്ട വരുന്ന വരും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കോടതിയും ഭരണ വിദഗ്ധന്മാരും സർക്കാരും കൂടിയിരുന്ന് നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തി വരുന്നുണ്ട്. ഇപ്പൊ നാളൊരു നിയമം മാറ്റം വരുത്തി, അതൊക്കെ സംഘപരിവാറിന് ഇഷ്ടപ്പെട്ട രീതിയിൽ മാറ്റിയതല്ലോ. പ്രത്യേക ഘട്ടമൊന്നും ജനങ്ങൾക്കുണ്ടായില്ല, ജനങ്ങൾക്കുണ്ടാകണം. ഒരു പെൺകുട്ടിയെ ഒരുത്തൻ ആക്രമിക്കുക, അതിൽ ഒരു സംശയം മാറ്റം ശിക്ഷ കൊടുക്കാൻ തെറ്റൊന്നുമില്ല. അത് ആദ്യത്തെ പ്രാവശ്യമാണ് ഈ ഒരു തെറ്റ് ദുർബല നിമിഷം സംഭവിക്കാം, അതുപോലും പാടില്ലാത്തതാണ്. അതിന് ചെറിയ ശിക്ഷ കൊടുക്കാം. പക്ഷെ വീണ്ടും അവൻ ആവർത്തിക്കുകയാണെങ്കിൽ അവനെ കൊല്ലുക അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കുക. ഇപ്പൊ അത്താണി അല്ലേ പത്മകുമാർ BJP ആണെന്ന് എനിക്ക് പ്രത്യേക താല്പര്യം, പ്രത്യേക എതിർപ്പില്ല. അതൊരു വ്യക്തി തന്നെയാണ്. പക്ഷെ ആ ഇരട്ട ജീവപര്യന്തം മരിക്കണം അങ്ങനെയൊക്കെ ശിക്ഷ. ഇന്നാള് വടക്ക് മലബാറിൽ കുറേയൊക്കെ 90 വർഷം 85 വർഷം. എന്നാൽ ഒരു പശുവിനായിട്ട് എന്തോ ലൈംഗിക വേഷത്തിൽ തെക്കൻ തിരുവാങ്കൂറിൽ 10-20 വർഷത്തിന് ശിക്ഷ കൊടുത്തിരിക്കാം. അതൊക്കെ ഒരു മാനസിക രോഗമാണെങ്കിൽ മാനസിക രോഗത്തിന് ചികിത്സയുണ്ട്, മെന്റൽ ഹോസ്പിറ്റലിൽ ആക്കേണ്ടത്. ജയിലിലാണോ? തന്നെയല്ല, സർക്കാരിന് എത്ര ചെലവാണ്. ഒരാൾ കംപ്ലീറ്റ് തീറ്റ കൊടുത്ത് ചെലവെടുത്താൽ നിസ്സാര കാര്യമാണത്. അത് ഇപ്പോഴത്തെ ചെലവെന്ന് പറഞ്ഞാൽ സുഭിക്ഷമാണ്. മട്ടൻ കറി, ബീഫ് കറി, ചിക്കൻ കറി, ഫിഷ് കറി, വെജിറ്റബിൾ കറി, 5 തരം കറിയും അതുപോലെ. പിന്നെ അതെല്ലാം സുഖം ചെയ്യില്ല. ഇപ്പൊ തെണ്ടി കഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഒരു മനുഷ്യരെ കല്ലെറിഞ്ഞാൽ അവരെ കൊണ്ട് നോക്ക് ജയിലിടും, ഭക്ഷണം കിട്ടി, പിന്നെ വല്ലതും ചെയ്യില്ലേ. അപ്പോൾ ആ തത്വത്തിൽ അടിസ്ഥാനപരമായ രീതിയിൽ നമ്മുടെ നിയമനിർമ്മാണത്തെ രീതിക്കും കാതലായ മാറ്റം വരുത്തേണ്ടി വരുന്നു എന്ന് ആരെങ്കിലും സംശയിച്ച് കുറ്റം പറയാൻ പറ്റുമോ? കുറ്റം പറയാൻ പറ്റില്ല. അത് ചെയ്യണം. ഭരിക്കുന്ന ഗവൺമെന്റ് ആയാലും കോടതി ആയാലും ജഡ്ജിമാരാരെങ്കിലും അത് കുറച്ചുകൂടി ദീർഘവീക്ഷണം, കുറച്ചുകൂടി പിന്നെ മനഃശാസ്ത്രപരമായും ഫിലോസഫിക്കലൊക്കെ ആയിരിക്കണം, ശാസ്ത്രീയമായിരിക്കണം. ഇത് മലബാറിൽ നിങ്ങൾ ഒരാള് കുട്ടികളായിട്ട് സാധാരണ ഇപ്പോൾ കുട്ടികളും തമ്മിലും പ്രായമുള്ളവരും കുട്ടികൾ തമ്മിലൊക്കെ ഹോമോസെക്ഷൽ പണിയെടുക്കുക ആദമിന്റെ കാലം പോലുള്ളതാണ്. ഇന്നൊന്നില്ല. അതൊക്കെ ഒരിക്കലും എങ്ങനെ ചെയ്യാത്തൊരു ആരും ഇല്ലതാനും. അതൊക്കെ സ്വാഭാവികം നടന്നു പോകും. അതിന് ശിക്ഷ കൊടുക്കേണ്ടതൊന്നുമില്ല. അതിന് 90 വർഷം 80 വർഷം 10 ലക്ഷം രൂപ ഫൈൻ കിട്ടാനൊക്കെ പറഞ്ഞ് വിധിക്കുമ്പോഴേ ആ നിയമത്തിന് എന്തോ പ്രത്യേകതയിൽ പോരായി കിട്ടുന്നതാണ് സാധാരണ ആൾക്കാർ പറഞ്ഞത്. ഞങ്ങളൊരു വോയിസ് ഓഫ് ജസ്റ്റിസ് ചെയർമാൻ കൂടിയാണ് ഹാജി മൊയ്തീൻ ഷാ. എനിക്ക് ജനങ്ങളുടെ മുമ്പിൽ കടപ്പാടിന്റെ ഉത്തരവാദിത്വമുണ്ട്. ഒന്നുകൂടി ശ്രദ്ധിക്കണ്ടേ? വക്കീലന്മാരൊക്കെ ശ്രദ്ധിക്കണം, മറ്റ് ജനങ്ങളും ശ്രദ്ധിക്കണം. അതിൽ കാതലായ മാറ്റം വരുത്തണം. ഈ ശിക്ഷാവിധിമാരുടെ പ്രയോഗം കണ്ട് എന്തിനാ അങ്ങനെ ഒരുവിധം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആട് കൊന്നു കളഞ്ഞേക്കണം. ഇപ്പൊ സൗദി അറേബ്യയിൽ ചില വെട്ടിക്കൊല്ലാണ്. അത് പരസ്യമായിട്ടാണ്. കാരണം സൗദി അറേബ്യ പൂഴ്ത്തിപ്പാട് കാര്യമൊന്നും എനിക്കില്ല, ഞാൻ ചെയ്യാറുമില്ല. പക്ഷെ ഈ നിയമം ഈ പോയിന്റ് മാത്രം പറയാണ്, പരസ്യമായിട്ട് വെട്ടിക്കൊല്ലുക എന്നാൽ മറ്റുള്ള പാഠമാണ്. ഇത് നമ്മളൊരാൾ തൂക്കിക്കൊള്ളുന്നതിനാണ്. വെളുപ്പം കാലത്ത് ആ ആൾ പോലും അറിയാതെ അവരുടെ കാര്യത്തിൽ മുഖത്ത് കറുത്ത തുണി വിരിച്ചൊക്കെ വരുന്നത്, അവൻ പോലും അറിയാതെ കൊല്ലും. എന്തിനാണ്? പരസ്യമായിട്ട് കൊല്ലും, മറ്റുള്ളവർക്ക് പാഠമാകാനാണ്. ഒരാളെ കൊന്ന ആളെ കൊല്ലം വിധിക്കുന്നത് അവന്റെ ജീവൻ കളയാൻ വേണ്ടിയല്ലോ, അല്ലെങ്കിൽ കൊന്ന ജീവൻ കിട്ടുമോ? ഇല്ല. അത് മറ്റുള്ളവർക്ക് പാഠമാകണം. അതാണ് അടിസ്ഥാനപരമായിട്ട്, അല്ലെങ്കിൽ ഒരു കാരണം അതാണ്. ആ നിലക്ക് തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ അത് പരമാവധി പബ്ലിക്കായിട്ട് ചെയ്യണമെന്നുള്ള മറ്റുള്ള പാടാവുള്ളൂ. മറ്റു രാജ്യങ്ങൾ അങ്ങനെയാണ്, ഇന്ത്യയിലെക്കാരും അങ്ങനെയല്ല തെറ്റാണ്. അതുപോലെ ശിക്ഷാവിധി കാലഹരണപ്പെട്ട് പുതിയൊരു നിയമം ഉണ്ടാക്കിയാൽ നമ്മൾ അതിൽ ഇതൊന്നും വരുന്നുണ്ടോ? ഒരു ആൺകുട്ടിയെ ഒരു പുരുഷൻ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടാൽ അതേപോലെ ആദവന്റെ കാലം മുതലുള്ള അതൊക്കെ മാറ്റി വയ്ക്കും. നിയമത്തിൽ ഒഴിക്കോട്ടെ. ശിക്ഷ കൊടുക്കാം. കൊലപാതകങ്ങൾ വലിയ ശിക്ഷ കൊടുക്കാൻ പറ്റുമോ? ഏറ്റവും വലിയ ശിക്ഷ കൊലപാതകം തന്നെയാണ് കൊടുക്കേണ്ടത്. ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ജീവൻ തന്നെ, മനുഷ്യജീവൻ തന്നെയാണ്. അത് സംശയമൊന്നുമില്ല. അപ്പോൾ അടിസ്ഥാനപരമായി കാതലായ വശങ്ങൾ ഗവൺമെന്റും
ജഡ്ജിമാരും ഒക്കെ ശ്രദ്ധിക്കണമെന്ന് വിനീത അഭ്യർത്ഥിക്കുക. ഇനി അതിൻ്റെ പേരിൽ നാളെ ഒരുത്തൻ കിടന്ന് ഫേസ്ബുക്കിൽ അറിയിച്ചാൽ ഫേസ്ബുക്കിൽ ക്യാൻസൽ ചെയ്തിരിക്കില്ല. ക്യാൻസൽ ചെയ്തിട്ട് എല്ലാം ചെയ്യാൻ പറ്റും, ഒന്നും തുറന്ന് പറയാതിരിക്കാൻ പറ്റുമോ? അതാണ് സംഗതി. ഇതൊക്കെ നമുക്ക് കണ്ടിട്ടും കേട്ടിട്ടും ഒരു ലോജിക്കില്ല. നമ്മൾ എന്ത് തെറ്റും ചെയ്യുക, അത് ന്യായീകരണം വീണ് പണ്ടാരോ പറഞ്ഞ പോലെ നമുക്ക് ഏത് നിയമം എന്തും ഉണ്ടാക്കാം, പക്ഷെ അത് ബി പ്രാക്ടിക്കലായി. ഇതിപ്പോൾ ഇത്തവണ കേരളത്തിൽ ഈ ഇലക്ഷൻ്റെ തൊട്ടടുത്ത് എത്ര ഉദ്യോഗസ്ഥന്മാരും പിന്നെ ആൾക്കാരും എത്ര കഷ്ടപ്പെട്ട് മാനസികമായിട്ട് വലിയ സംഘർഷത്തിലാണ്. ഇന്നിപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ചെന്ന് ഒരു തീരുമാനമാകുന്നില്ല. എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്? ജനങ്ങൾ ഇത്രയും അവഹേളിക്കുന്നത്, ജനങ്ങൾ ഇത്ര മോശമാണോ? ഇന്ത്യൻ ജനത അത്ര മോശമാണോ? അതാണ് ലോകത്തെ ഒരു പ്രധാന മതം പറഞ്ഞത്, നിങ്ങളുടെ ഭരണകർത്താക്കൾ നിങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പം നിങ്ങൾക്കുള്ള എല്ലാ കഴിവുകളും ആ ഭരണകർത്താക്കൾക്കും ഉണ്ടാവും. ഭരണകർത്താവായിട്ട് പ്രത്യേകം ജനിക്കുന്നില്ലല്ലോ, ജനിച്ച മനുഷ്യരിൽ നിന്ന് ഒരു ഗ്യാങ്ങാണ് വരുന്നത് ഭരിക്കാനായിട്ട്. അതാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, വിനീത അഭ്യർത്ഥിക്കുകയാണ്. മനുഷ്യരെ ദ്രോഹിക്കാവുന്ന രീതിയിൽ ഇന്ന് ഇന്ത്യൻ ജനത, കേരള ജനത പോലും ജീവിത നിലവാരം കൊണ്ടും തൊഴിലില്ലായ്മ കൊണ്ടും പട്ടിണിയും ദാരിദ്ര്യം കഷ്ടപ്പെടാണ്. ഞാനിപ്പോൾ എറണാകുളം ബ്രോഡ് വേക്കിട്ട് ഉറങ്ങിപ്പോയി. ആകട്ടെ ഏത് നിയമമാകട്ടെ ജനങ്ങൾ സുഭിക്ഷമായിട്ട് കഴിയണം. സംഘപരിവാർ ഭരിച്ചാലും BJP ഭരിച്ചാലും കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും പണ്ട് രാജനീതിയുണ്ട്, രാജധർമ്മം. എന്താണ്? എല്ലാവരും തുല്യനീതി കണക്കാക്കണം. അതുപോലെ ജനങ്ങൾ ജീവിക്കാൻ സുഭിക്ഷമായി ജീവിക്കാൻ സൗകര്യം വേണം. ഇതുണ്ടോ? എല്ലാ നിലക്കും പ്രശ്നങ്ങളാണ്. ആൾക്കാരിൽ 10 പൈസയില്ല. സാധനങ്ങൾ വില വർദ്ധന. നമ്മളിപ്പോൾ ഒരു ഉണ്ടപ്പോയി കടിച്ച ആൾക്ക് പറയാതിരിക്കുന്നതിന് സാധാരണ ഒരു 4, 5, 6 പ്രാവശ്യം കടിച്ചാൽ തീരൂല. ഇതൊരു 3ാമത് പ്രാവശ്യം കടിച്ചാൽ 3ാമത് കടി വിരലിൽ പോത്തും. അത്ര ചെറുതാക്കി സാധനങ്ങൾ വളരെ ചെറുതാക്കി വിലയും കൂട്ടി. ഇനി വില കൂട്ടാനും പറ്റില്ല, സാധനത്തിന്റെ ക്വാണ്ടിറ്റി കുറക്കാനും പറ്റില്ല. ആ ഒരു ഘട്ടത്തിൽ നിൽക്കാണ്. ചരിത്രം നിന്നിരിക്കുകയാണ്. എല്ലാ സാധനങ്ങൾക്കും വിൽക്കാണ്ടായാലും വാങ്ങാണ്ടായാലും ഇതൊന്നും മനസ്സിലാക്കാതെ എത്ര കോടി രൂപയാണ് ഇന്ത്യയിൽ മതപ്രചരണത്തിന് വേണ്ടിയും അമ്പലങ്ങളും മറ്റ് ദേവാലയങ്ങളും പണിയാൻ വേണ്ടി മുടക്കുന്നത്. എത്ര കോടി. യുദ്ധത്തിന് വേണ്ടി എത്ര കോടി മുടക്കുന്നു നമ്മൾ. എത്ര വിമാനം കത്തിച്ചു കളയുന്നു, എത്ര പേര് കൊല്ലുന്നു. ലോകം മൊത്തത്തിൽ, ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിലൊക്കെ കുറച്ച് കുറവാണ് ലോകത്തിൽ. ആ നിലക്കാണ് ജനങ്ങൾ കഷ്ടപ്പെടുന്നത്, വളരെ കഷ്ടപ്പെടുന്നത്. ഇപ്പൊ ദാരിദ്ര്യ രേഖ എടുത്താൽ 132ാമത്തെ സ്ഥാനത്തെത്തി ഇന്ത്യ മഹാരാജ്യം. എന്നിട്ട് പറയുന്നത് ഇന്ത്യ തിളങ്ങുന്നു എന്നാണ്, ഇന്ത്യ എല്ലാം കൂടെ ഉയർന്നു എന്നാണ്. ഹിന്ദു രാഷ്ട്രം വന്നിട്ട് നമുക്ക് പരാതിയില്ല. പക്ഷേ ഹിന്ദു രാഷ്ട്രം വന്നാലും മുസ്ലിം രാഷ്ട്രം വന്നാലും ക്രിസ്ത്യൻ രാഷ്ട്രം വന്നാലും ഇനി രാഷ്ട്രം ഇല്ലാത്ത വന്നാലും ജനങ്ങൾ, അവിടുത്തെ പ്രജകൾക്ക് സമാധാനമായിട്ട് ജീവിക്കണം, സുഖമായിട്ട് ജീവിക്കണം, സംതൃപ്തിയായിട്ട് ജീവിക്കണം. ഇത് ഇന്ത്യൻ ജനത, പ്രത്യേകിച്ച് കേരള ജനത ഈ SIR പേരിലൊക്കെ മാനസികമായിട്ട് എന്തുമാത്രം അനുഭവിക്കുന്നറിയോ? ആർക്കും ധൈര്യമില്ല, എങ്ങനെ എനിക്ക് എൻ്റെ ലിസ്റ്റിൽ വരുമില്ലെന്നും. ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാവോ? അതങ്ങനെ ഞാൻ അവരെ സൂചിപ്പിച്ചു ആമുഖമായിട്ട്. മറ്റൊന്ന്, ഞങ്ങൾ വേറൊരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. ഞങ്ങൾ പറഞ്ഞ പല എല്ലാ കാര്യവും തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് പരിഹരിച്ചിട്ടുണ്ട്. എനിക്ക് വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്, ആത്മാഭിമാനമുണ്ട് എനിക്ക് പ്രസ്ഥാനത്തോടും അതുപോലെ ബന്ധപ്പെട്ട അധികാരികളോടും. അതുകൊണ്ട് അഡ്വക്കേറ്റ് ജോഷ്യൻ തോമസ് എന്ന് അദ്ദേഹം ED ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ ഉദ്യോഗസ്ഥനാണ്. അവിടെയും അദ്ദേഹത്തിന് നിഷ്പക്ഷമായി അല്ലെങ്കിൽ അഴിമതിയില്ലാതെ പ്രവർത്തിച്ചതിന്റെ പേരിൽ പല ആളുകൾ ശത്രുണ്ടായി, ശാരീരികമായി ബന്ധപ്പെട്ട ഊർജ്ജം പോലും ഉണ്ടായി. അദ്ദേഹം പൂർത്തിയാകാതെ ജോലി രാജിവെച്ചു പോകുന്നു. അദ്ദേഹം ആരാണ്? വോയിസ് ഓഫ് ജസ്റ്റിസ് എന്ന മനുഷ്യാവകാശ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. മറ്റൊന്ന്, രാഷ്ട്രീയ ജനതാദളിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ലാലു പ്രസാദ് യാദവ് പോലും നേരിട്ടറിയുന്ന വ്യക്തിത്വമാണ്. രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള നിലക്ക് അദ്ദേഹത്തിന് ഏതാനും മാസം മുൻപ് അങ്കമാലി ടൗണിന്റെ ഹൃദയഭാഗത്ത് പട്ടാപ്പകൽ 4 മണി സമയത്ത് മുട്ടിന് ക്യാമറ ഉള്ള സ്ഥലത്ത് ഒരു കൂറ്റൻ ലോറി, ഇദ്ദേഹം ചെറിയ വാഹനത്തെ വലിയ ലോറി ഇടിച്ച് അദ്ദേഹം മാസങ്ങളോളം ചികിത്സയിലായിരുന്നു. ഇപ്പൊ ജീവൻ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് തന്നെ ആ വിഷയത്തിൽ ഒരു പത്രസമ്മേളനം നടത്തുന്നുണ്ട്. അതിന് പുള്ളിക്ക് വരാൻ പറ്റൂല, കാരണം യാത്ര ചെയ്യാൻ പറ്റില്ലാതെ.
അത് ഞങ്ങൾ ക്ഷണിക്കുന്നില്ല. അത്രയും സംഭവം ഉണ്ടായിട്ട് കാര്യമായ ഒരു അന്വേഷണമോ ഒരു പ്രതിയെ പിടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവർ ഞങ്ങൾ ആത്യന്തികമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ പറയുന്നത് കഴിഞ്ഞ നമ്മളൊക്കെ പോട്ടെ, നമ്മളൊന്നും പറയുന്നില്ല, അതിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല, അതും നമ്മൾ വിട്ടു. ഇനിയെങ്കിലും എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട കുറ്റവാളികൾ കണ്ട് മാതൃകാപര ശിക്ഷ കൊടുക്കണം. അതൊക്കെയാണ് ലോകനീതി രാജ്യധർമ്മം എന്ന് പറഞ്ഞത്. ഇത്രയും പട്ടാപ്പകലല്ലേ? ഒരു മെഡിക്കൽ കോളേജിൽ മാസങ്ങളും ചികിത്സ ലക്ഷങ്ങൾ ചിലവാക്കിയ ശേഷമാണ് ഇപ്പം ജീവൻ നിലനിൽക്കുന്നത്. തന്നെയല്ല, ഏതാനും വർഷം മുൻപ് അതായത് ഒരേ ഒരു മകൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലി കിട്ടി ഒരു വർഷം പോലായില്ല, ഒരു മകൻ സംശയാസ്പദമായ രീതിയിൽ മരിച്ചിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണമൊക്കെ ഒന്നും ഒരു വട്ടം എത്തിയില്ല. എവിടെയോ ഒരു സംതിങ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ സാർ. അവിടെ ബന്ധപ്പെട്ട അധികാരികൾ, ഗവൺമെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റും കർശനമായിട്ട് അന്വേഷിക്കണം, കുറ്റവാളി കണ്ടുപിടിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കണം. മറ്റൊരു രണ്ട് കാര്യം പറഞ്ഞ് നമുക്ക് നിർത്താം. ഒന്ന്, ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ പോലും വലിയ സാംസ്കാരിക പാരമ്പര്യമുള്ള മലയാളികൾ പോലും നിരന്തരമായ ജാതി സ്പർദ്ധയുടെ പേരിൽ പ്രചരണം നടത്തി ഇപ്പൊ ഹിന്ദുവിനെ കണ്ടാൽ മുസ്ലിമിന് പേടി, മുസ്ലിമിനെ കണ്ട ഹിന്ദുവിന് പേടി, ഹിന്ദുവിനെ കണ്ട ക്രിസ്ത്യാനിക്ക് പേടി, ക്രിസ്ത്യാനെ കണ്ട മുസ്ലിം, അങ്ങനെയൊക്കെയുള്ള കോമൺ ആയിട്ട് എല്ലാവരും പരസ്പരം ഒരു വിശ്വാസമില്ലാതെ നിൽക്കുകയാണ്. നിങ്ങൾ ഒരു അടുത്ത കാലത്ത് മനസ്സിലായിട്ടോ, കെട്ടം പണിയുന്നുണ്ട്. ഇപ്പൊ പരമാവധി മതിൽ പൊക്കി പണിയാണ്, ഒരു ചെറിയ ഗേറ്റും വെച്ചിരിക്കുകയാണ്. ഭയമാണ് ആൾക്കാർക്ക്. ഇങ്ങനെ ഊതി വീർപ്പിച്ച് എത്ര നാൾ പരസ്പരം ബന്ധപ്പെട്ട് സംശയിച്ചു പോകും. ഇത് പത്തനംതിട്ടയിൽ ഒരു മുസ്ലിം പള്ളിയുടെ സെക്രട്ടറി, പുരോഹിതനല്ല, ഉദ്യോഗസ്ഥനല്ല, അവിടുത്തെ ഒരു സെക്രട്ടറി ഒരുത്തൻ വെട്ടി പരിക്കേൽപ്പിച്ച് ഹോസ്പിറ്റലിൽ കിടക്കണം. അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ അത് മാനസിക രോഗിയാണ്. മുസ്ലിങ്ങളെ ആരെങ്കിലും വെട്ടി പരിക്കേൽക്കുകയോ ചെയ്താൽ അവൻ മാനസിക രോഗിയാണ്. പക്ഷെ അവന് മുസ്ലിങ്ങൾ ആരെങ്കിലും മാറ്റി ആക്രമിച്ചാൽ അത് മാനസിക രോഗി, അത് തീവ്രവാദി കൊണ്ടാകത്തോടെ. എന്താണ് സാർ, എന്ത് നിയമമാണ് സാർ ഇത്? നിങ്ങൾക്ക് മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളെ ആക്കണം. ഞങ്ങളൊന്നും തീവ്രവാദിയല്ല, ഞാൻ അനുകൂലിക്കുന്നതല്ല. പക്ഷെ ഞങ്ങൾ പോലും തീവ്രവാദികളാക്കാനുള്ള പരിപാടി ഇങ്ങനെ കണ്ടുകഴിയുമ്പോൾ ഞങ്ങളും തീവ്രവാദത്തിലേക്ക് പോകും. രാജ്യം നന്മ അശാന്തിയാവൂല്ലേ? ഇത് നിങ്ങൾക്കറിയില്ല. നമ്മൾ വിചാരിക്കൊണ്ട് മാനസികമായിട്ട് പൊരുത്തമില്ലാതെ സമുദായങ്ങൾക്കിടയിൽ വലിയ വലിയ ഭിന്നാഭിപ്രായവും ഭയവും ഒക്കെയാണ്. അതിൻ്റെയൊക്കെ ഫലം എന്താ വെച്ചാൽ, പണ്ട് കോടതിയിൽ ഒരു വാദി പറഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ അവനെ തല്ലിയില്ലെങ്കിൽ അവൻ എന്നെ തല്ലുമായിരുന്നു, മുൻകൂർ തല്ലി. ആ അവസ്ഥയായിപ്പോ അവനെ ആക്രമിക്കുന്നത് പേടിച്ച് അങ്ങോട്ട് ആക്രമിക്കണം. അത് നിരന്തരമായിട്ട് കൊടുക്കല്ലേ. മുസ്ലിങ്ങൾ ദ്രോഹികളാണ്, കൊള്ളരുതാത്തതാണ് എന്ന് പറയും. ഇത് കേട്ട് അല്പബുദ്ധിയായ ഹിന്ദുക്കൾ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ എത്തിയില്ല, ഹിന്ദുക്കൾ അല്പബുദ്ധിയുള്ളവർ, അവർ വികാരം കൊള്ളു. കുറ്റമറ്റ കാര്യമുണ്ടോ? അവൻ മാനസികമായിട്ട് രോഗിയാവുകയും ചെയ്യും. അവൻ കാണുന്ന മുസ്ലിങ്ങളൊക്കെ കൊല്ലാൻ നോക്കും. അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ മാനസിക രോഗിയായത് പേരും വരും. അപ്പോൾ ഒരു ശിക്ഷയൊന്നുമില്ലല്ലോ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ നിരപരാധികൾ റോഡ് പോകുമ്പോൾ വെട്ടിക്കൊല്ലാനൊക്കെ മുസ്ലിങ്ങളെ മാത്രമല്ല, ഹിന്ദുക്കളെയും ചെയ്യാൻ പറ്റും. മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനി ചെയ്യാൻ പറ്റും, പരസ്യം ചെയ്യാൻ പറ്റും. ആ കെട്ടുള്ളത് ഞാനോ നിങ്ങളത് പറയാൻ പറ്റുമോ? നമ്മളെല്ലാം വലിയ നേതാക്കളത് അഭിമാനിക്കുകയാണ്. നമ്മൾ റോഡ് പോകുമ്പോൾ ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ നമ്മുടെ ജീവൻ പോയി ആരും ഉത്തരവാദി ഉണ്ടാവും. ജീവൻ പോയിട്ട് എന്തോ വെച്ചിരുന്ന കാര്യം. അതുകൊണ്ട് ദയവ് ഇത് ഹിന്ദുവിലും നേതാക്കളും മുസ്ലിം നേതാക്കളും ക്രിസ്ത്യൻ നേതാക്കളും നിങ്ങൾ പരസ്പരം ഇങ്ങനെ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ അനൗൺസ് ചെയ്യില്ലേ, പ്രചരണം കൊടുക്കില്ലേ? അതുകൊണ്ട് രാജ്യം നശിച്ചുകൊണ്ട് വളരില്ല. ഞാൻ പറഞ്ഞ പലസ്തീനല്ലാത്ത ഒരു രാജ്യമുണ്ട്, ലെബനോൺ എന്ന് പറയും. ലെബനോൺ ഇവിടെ ഏതാണ്ട് 50-50 മുസ്ലിം ക്രിസ്ത്യാനിയാണ്, ഹിന്ദുക്കളൊന്നും അവിടെ ഇല്ല. അവിടെ എന്നും ലഹളയായിരുന്നു, പരസ്പരം കൊല്ലായിരുന്നു. നശിച്ചു. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഈ പറഞ്ഞ രാജ്യം ലെബനോൺ കേൾക്കുന്നുണ്ടോ? ഇല്ല, അത്ര കണ്ടോ? അതുപോലെ ഇങ്ങനെ പരസ്പരം ധാരണ വന്നാൽ, അക്രമം തുടങ്ങിയാൽ എവിടെ ഒരു സമാധാനം ആർക്ക് ചെയ്യാൻ പറ്റും? ദയവ് ചെയ്ത് മുസ്ലിങ്ങളായാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനിയായാലും നിരീശ്വരവാദിയാണെങ്കിലും നിങ്ങൾ ദൈവത മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ വ്യാഖ്യാനം കൊടുക്കില്ലേ? ഇന്നിപ്പോ ഒരാൾ പറയാണ് വാങ്കുവിളിയിൽ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹ ഇല്ലെന്നാണ് പറയുന്നത്. അത് തീവെട്ടിക്കൊള്ളിയും വഞ്ചനയും തെമ്മാഴ്ത്തരമല്ലേ? 100 വർഷം മുമ്പ് 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 100 വർഷം മുമ്പ
നേരിട്ട് നോക്കി ഇവിടെ ശരിയായിരിക്കാം. അവിടെ മനസ്സിലാക്കണം, എൻ്റെ വിശ്വാസം എനിക്ക്, നിന്റെ വിശ്വാസം നിനക്കെന്ന് പറയാണ്. അതും അവർ പറയും, നിന്റെ വിശ്വാസം നിനക്ക്, എൻ്റെ വിശ്വാസം എനിക്ക് പറയും. എന്നിട്ട് ഇങ്ങനെ ചെയ്യും. ഇവിടെ നിന്റെ വിശ്വാസം നിനക്ക്, എൻ്റെ വിശ്വാസം എനിക്കെങ്കിൽ എൻ്റെ വിശ്വാസമാണത്. ഏതാണ്? അള്ളാഹുല്ല, മറ്റു ഇലാഹില്ലെന്ന്. നിങ്ങൾ വിശ്വസിച്ചത് നിങ്ങളുടെ ദൈവം ഏതാന്ന് വെച്ചാൽ അതുള്ള വാല്യൂ ഇല്ലെന്ന് അതിനാര് പറഞ്ഞു വേണ്ടെന്ന് ഇവിടെ പറയുന്നതാണ്. വാങ്ങുവിളി നിരോധിക്കുക, വാങ്ങാൻ വിളിക്കാൻ പാടില്ല. അത് ആദ്യം ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് ഹിന്ദുക്കളല്ല, ക്രിസ്ത്യയിലെ ചില ക്രിസ്ത്യങ്കിലും ചില പിന്നെ കാസയൊക്കെയാണ് അത് കൊടുക്കുന്നത്, ചില അച്ഛന്മാരൊക്കെയാണ് ആവശ്യമില്ലാതെ മുസ്ലിം വിരോധം കുത്തിക്കയറ്റി. ഇപ്പൊ ഈ ഹിന്ദു സമുദായത്തിലെ തീവ്രവാദികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. തല്ലുകൊള്ളുമ്പോൾ എല്ലാം തല്ലും. വടക്കേ ജില്ലയിൽ ക്രിസ്ത്യാനിയുടെ അവസ്ഥ മനസ്സിലാക്കണം. ഇതൊരു ഫാദറിന്റെ പേര് പറഞ്ഞ് മഹാവർഗീയവാദിയാണ്. അതുപോലെ ഈ മുസ്ലിം സമുദായത്തിന് അക്ബറെ പോലുള്ളവർക്ക് ഞാൻ പറഞ്ഞല്ലോ, അക്ബറിനെ ഞങ്ങൾ മുസ്ലിം സമുദായത്തിൽ പോയിട്ടില്ല. അക്ബറിനെ പോലുള്ള ഞാൻ പറഞ്ഞു, നിങ്ങൾ റോഡിൽ തല്ലുകൊള്ളും, ഞങ്ങളുടെ പിള്ളേർ തല്ലും. എന്താ കാര്യമോ? നിങ്ങളുടെ മതമാണ് നല്ലതെന്ന് പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ക്രിസ്ത്യൻ മതത്തെ ബൈബിളും താഴ്ത്തി ചെയ്തിട്ട് അത് മോശമാണ്, നല്ലതെന്ന് പറഞ്ഞാൽ തല്ലുകൊള്ളും. ഹിന്ദു മതം അവരവരുടെ വിശ്വാസം, അവർ വിശ്വസിക്കട്ടെ, അതിന് ചോദിക്കാൻ പാടില്ല. അതാണ് സുപ്രീം കോടതി വിശ്വാസം ചോദിക്കാൻ പാടില്ല. അത് ഞങ്ങൾ പറയാണ്. നിങ്ങൾ പറഞ്ഞോ ഇസ്ലാം മതമാണ് നല്ലത്, നിങ്ങൾ പറഞ്ഞോ. പക്ഷെ മറ്റൊരു മതം മോശമാണെന്ന് വ്യാഖ്യാനിച്ചിട്ട് ഇസ്ലാം എന്നല്ല എന്ന് പറഞ്ഞാൽ മുട്ടുകാല് തല്ലുള്ളൂ, അടിയുള്ളൂ, ഏത് തമ്പുരാനാണെങ്കിലും. അതുപോലെ മറ്റൊരു പരസ്പരം പറയാണ്, അത് വേണ്ട. അങ്ങനെ പറഞ്ഞ് ആവശ്യമില്ലാതെ ചില നിരീശ്വരവാദികളുണ്ട്. പിന്നെ എന്ന് പറയും, കള്ളന്മാരാണ്. അവർക്ക് മുസ്ലിം വിരോധം മാത്രമുള്ളൂ, മറ്റൊരു മതത്തെക്കുറിച്ച് മിണ്ടില്ല. ചില എക്സ് മുസ്ലിം എന്നുള്ളേ യമു എന്ന് പറയും. ഇത് ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ പറയാതെ ഞങ്ങളുടെ വിഷയം അതൊന്നുമല്ല, രാഷ്ട്രീയമാണത്. പക്ഷെ പറയേണ്ടി വരുന്നു, പറയിപ്പിക്കുന്നു. നിങ്ങൾ മുസ്ലിം മതം വിട്ടുപോയിക്കോ. പിന്നെ യമു എന്താ മുൻ മുസ്ലിം എന്ന് പറയുന്നതിനാ? നിങ്ങൾ വിട്ടുപോയിക്കോ. മതം ഇല്ലാത്തത് വേണം, യുക്തിവാദികൾ വേണം, അല്ലെങ്കിൽ നിരീശ്വരവാദികൾ വേണം. മുൻ മുസ്ലിം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മുൻ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മുൻ ഹിന്ദു എന്ന് പറഞ്ഞാൽ അത് തല്ലുള്ളിത്തരല്ലേ? ഞങ്ങൾക്ക് ആ മതം വേണ്ടെങ്കിൽ പൊയ്ക്കുന്നേ. ഒരു ആര് പറഞ്ഞു കൊണ്ട് നിങ്ങൾ ഇഷ്ടമല്ലേ? അവിടെ നിങ്ങൾ നിരീശ്വരവാദിയാന്ന് പറഞ്ഞു, യുക്തിവാദം എന്ന് പറഞ്ഞു. അല്ല നിങ്ങൾ ഹിന്ദുവിലേക്ക് പോയെങ്കിൽ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പം, ഹിന്ദു പേരിട്ടോ. ആ മുസ്ലിം പേരിട്ടുണ്ട്, ഹിന്ദുവായി ജീവിക്കണ്ട, അല്ലെ ഹിന്ദു പേരിട്ട് മുസ്ലിമായി ജീവിക്കണം. ഇതിനാണ് UP-യിൽ ഇദ്ദേഹം പറയുന്നത്, മുഖ്യമന്ത്രി പറയുന്നു. അല്ല ഹിന്ദു പേരിൽ നിങ്ങൾ ബിസിനസ് ചെയ്യണ്ട, നിങ്ങൾ മുസ്ലിം തന്നെ പറഞ്ഞു. അല്ലാതെ തെറ്റ്. അത് ഞങ്ങളും പറയാനുള്ളത് തന്നെയാണ്. നിങ്ങൾ മുസ്ലിമായിട്ട് നിൽക്കുകയാണെങ്കിൽ മുസ്ലിം പേരിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ മുസ്ലിം മാറിക്കഴിഞ്ഞ് ഹിന്ദു പേരുടെ ഹിന്ദു പേര് ഉപയോഗിക്കണം. അല്ല നിരീശ്വരവാദി എന്ന് പറഞ്ഞു. അവിടെ എക്സ് മുസ്ലിം ഇല്ല, അങ്ങനെ മുസ്ലിം ഇല്ല, എക്സ് ക്രിസ്ത്യാനി ഇല്ല. ഒള്ളി ക്രിസ്ത്യൻ, ഒള്ളി മുസ്ലിം, ഒള്ളി ഹിന്ദു. അല്ല എക്സ് ഹിന്ദു, എക്സ് ക്രിസ്ത്യാനി ഇല്ല, ഹിന്ദു ഇല്ല. അതുപോലുള്ള വേഷം കെട്ടായിട്ട് നടന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പിള്ളേര് നിങ്ങളെ മുട്ടുകാലിൽ തല്ലി പിടിക്കും. പിന്നെ പറഞ്ഞിട്ട് പോലീസ് ഇടപെട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ കാര്യങ്ങളിൽ മനസ്സിലേക്ക് മുന്നോട്ട് പോകണം. നിങ്ങളുടെ മതമാണ് നല്ലതെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ മറ്റു മതത്തിൽ താഴ്ത്തപ്പെട്ട് ആ മതം മോശം, ഈ മോശം നല്ലതാണ് എന്ന് പറഞ്ഞാൽ കാരണത്തിന് അടി കൊള്ളൂ, യാതൊരു സംശയക്കാത്തില്ല. ആരായിരുന്നല്ലോ, A or B, അല്ല മുസ്ലിമായിട്ട് പ്രത്യേക പരിഗണനയൊന്നുമില്ല. അപ്പം ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ബഹുമാന്യര്, നമ്മൾ ഇരിക്കുന്ന മരക്കും മുറിക്കില്, ഇരിക്കുന്ന ഇളം കുഴിക്കില്ലേ, അങ്ങനെയൊക്കെ പറയുന്ന പോലെ പഴഞ്ചൊല്ല് പോലെ പറയണം. നിങ്ങൾ രാജ്യമാണ് വലുത് കണക്കാക്കിക്കൊണ്ട്, രാജ്യം നന്മയാണ് നമുക്ക് വേണ്ടത്. മാതൃ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ, നമ്മുടെ രാജ്യം. അതിന് സംരക്ഷകർ നിൽക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നല്ലാതെ മറ്റൊരു പ്രകോപനപരമായ ആവശ്യം ഉണ്ടാക്കാൻ പാടില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക, ജോസഫ് സാറിന്റെ കൈവെട്ടി ഞങ്ങൾ ഇന്ന് ഒരു കാരണവശാലും അനുകൂലിക്കുന്നില്ല. അതുവരെ ചെയ്തെങ്കിൽ ഞങ്ങൾ പറഞ്ഞു, അത് ചെയ്തെങ്കിൽ അത് ചെയ്ത് ഏത് വിദ്യയാണെങ്കിലും അവൻ നേരെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം. ഇപ്പോൾ ഇടപ്പള്ളി പോലീസിലൊക്കെ വെട്ടിക്കൊന്നിട്ട് അവർ നേരെ പോയത് ഇടപ്പള്ളി സ്റ്റേഷനിൽ അതെന്താ ഇതുള്ളൂ, ആലു പോലീസ് സ്റ്റേഷൻ, ആലുവിലേക്ക് ഓടിച്ചല്ലായിരുന്നു, അവിടെ ചെന്ന് ഹാജരായി. അപ്പോൾ നിങ്ങൾ ജോസഫായിട്ട് കൈ വെട്ടിയെങ്കിൽ നിങ്ങൾ മാന്യന്മാരാണ്, നിങ്ങൾ നല്ല മനുഷ്യരാണെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമുള്ളതാണ്. നിങ്ങൾ 5-6 പേര് നേരെ അടുത്ത പോലീസ് സ്റ്റേഷൻ ഹാജരാക്കിയിട്ട് ഞങ്ങൾ അത് ചെയ്തോണം. ആ 5 പേര് ഇത് അതിൻ്റെ പേരിൽ 5000 പേരില്ല കൈയും കാലും ഓടി ജയിലിൽ കിടക്കുന്നു, തല്ലുള്ളതൊക്കെ പാപ്പാക്കും മക്കളില്ലാതെ. അപ്പം അങ്ങനെയുള്ള വൃത്തികേടൊന്നും കാണിക്കണ്ട. അങ്ങനെ വൃത്തികേട് കാണിച്ച് നിങ്ങൾ രക്ഷപ്പെടാതെ വിചാരിക്കണ്ട. ഞങ്ങൾ അതിനൊന്നും സപ്പോർട്ട് ചെയ്യില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മാർഗം, ആ മാർഗം തെറ്റിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ ഇത് നിർത്താണ്. അതിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു നിർത്തിയേക്കാം, അത് മറ്റൊന്നുമില്ല. എൻ്റെ ഒരു സുഹൃത്താണ് രാജേഷ്, CMB ജില്ലാ സെക്രട്ടറി. അദ്ദേഹം കൊച്ചി ഭാഗത്ത് മത്സരിക്കുന്നതാണ്.
അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരെ കുറിച്ച് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തെ പേരോ ജാതിയോ മതമോ ഒന്നും നിങ്ങൾ അന്വേഷിക്കണ്ട, പാർട്ടി ഒന്നും അന്വേഷിക്കണ്ട. അദ്ദേഹത്തെ അന്തസ്സായിട്ട് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചോ. കാരണം നിങ്ങളുടെ കൂടെ നിന്നോളും, ഒരു സംശയക്കാര്യത്തില്ല. നിങ്ങൾ വോട്ട് ചെയ്തോ. അദ്ദേഹത്തെ ജാതി എന്താണെന്ന് ചോദിക്കട്ടെ, പാർട്ടി എന്താണെന്ന് ചോദിക്കട്ടെ, സ്വഭാവം ചോദിക്കൊന്നും വേണ്ട. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്, അദ്ദേഹത്തെ നിങ്ങൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. ഏത് സ്ഥാനത്ത് ആരായിരുന്നാലും കുഴപ്പമില്ല, അദ്ദേഹത്തെ വിജയിപ്പിക്കണം. നിങ്ങൾക്ക് ദൂഷ്യം വരില്ല എന്ന് പറയണം. മറ്റൊന്ന്, ഈ കോർപ്പറേഷനിലെ 17-ാം വാർഡിൽ PM ഹാരിസും പിന്നെ അഷൂർ ഖാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നിനൊന്നും മെച്ചാണ്. അത് ഇന്നയാളാണ് അതിനേക്കാൾ മേച്ചതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ PM ഹാരിസിന് അഷൂറിനേക്കാൾ ഒരുപക്ഷെ പണം അല്പം കൂടുതലുണ്ടോ സംശയമുണ്ട്, അത് കൃത്യമായിട്ട് അറിയില്ല. വേറെ ഒന്നിനും പോരേക്കില്ല. അവിടെ എന്താ സംഭവിക്കപ്പോ? അവിടെയാണ് രാഷ്ട്രീയം വരുന്നത്. കോൺഗ്രസ് അനുഭാവിയാണോ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളോ? നിങ്ങൾ അനുഭാവികൾ ആ അനുഭാവം ജയിപ്പിച്ചെടുക്കുക. രണ്ടുപേർക്ക് ഒന്നിനൊന്നും മെച്ചാണ്. PM ഹാരിസിനെ കുറിച്ച് വ്യക്തിപരമായിട്ടോ അതിൽ ഒരു കുറ്റം പറയാനില്ല. അതേപോലെ ഇപ്പം പണക്കാരനായിപ്പോയത് തെറ്റൊന്നുമില്ലല്ലോ. അഷ്ടമാണെങ്കിൽ കൊച്ചിയിൽ നല്ല ആളെ തെളിയിച്ച ആളാണ്, കൊച്ചി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ലീഗിനെ സംബന്ധിച്ച് ചെറിയൊരു പരാതി വെച്ചാൽ കൊച്ചിയിൽ നിന്ന് ഒരാൾ വരുത്തിയിട്ട് വന്നു. ആയിരക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്, മുസ്ലിം ലീഗുകാരുണ്ട് എറണാകുളത്ത്. അതിൽ ഒരാൾ കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് ചോദ്യമുണ്ട്. അത് ചോദ്യം ന്യായമാണ്. ആ ചോദ്യത്തിൻ്റെ പേരിലാണ് നമ്മുടെ നവാസ് മുണ്ടോത്ത് അവിടെ നിന്ന് രാജിവെച്ച് ഞങ്ങളുടെ പാർട്ടിക്ക് വന്ന് ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു വിഷയമുണ്ട് അവിടെ. അതൊന്നും ഞാൻ പറയുന്നില്ല, വ്യക്തിയായിട്ട് പറഞ്ഞ് രണ്ടുപേരും ഒന്നിനൊന്നും വെച്ചാണ്. നിങ്ങൾ ആരും ഒന്നും നോക്കേണ്ട. അവിടെ രാഷ്ട്രീയമാണ് നോക്കേണ്ടത്. കോൺഗ്രസ് അനുഭാവികളാണെങ്കിൽ അല്ലെങ്കിൽ UDF അനുഭാവികളാണെങ്കിൽ നിങ്ങൾ അഷൂർ ജയിപ്പിക്കണം, അല്ല LDF അനുഭാവികളാണെങ്കിൽ PM ഹാരിസ് ജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താണ്. ജയ് ഹിന്ദ്.